ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ജിയോളജി വിത്ത് അതർ ഡിസിപ്ലിൻസ്. ജിയോളജിക്ക് മറ്റു ഡിസിപ്ലിനുമായിട്ടുള്ള ബന്ധങ്ങൾ, കെമിസ്ട്രിയായിട്ട് ബന്ധമുണ്ട്, അതാണ് ജിയോ കെമിസ്ട്രി. ഫിസിക്സിനായിട്ട് ബന്ധമുണ്ട്, ജിയോ ഫിസിക്സ്. പിന്നെ അതുപോലെ പാലിയോ ബോട്ടണി, പാലിയോ ജിയോളജി, ജിയോ ബോട്ടണി, ജിയോ സുവോളജി തുടങ്ങിയിട്ട് ഒരുപാട് മറ്റ് സബ്ജക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. ആ ഡയഗ്രാം ഒന്ന് വെറുതെ നോക്കുക. നമ്മുടെ ബ്രാഞ്ചസും ജിയോളജിയും മറ്റ് സബ്ജക്റ്റും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഇതിൽ ഉണ്ടായിരിക്കും. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ജിയോളജി, ഇതാ പാലിയോ ജിയോഗ്രഫി, ഇതാ സ്ട്രാറ്റിഗ്രഫി, പിന്നെ ഫിസിയോഗ്രഫി, സ്ട്രക്ചറൽ ജിയോളജി, കോസ്മോളജി, അസ്ട്രോണോമി, ഫിസിക്സ്, അതുപോലെ കെമിസ്ട്രി, ബയോളജി, പാലിയൻറ്റോളജി, ഇതൊക്കെ ഇതുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. ജിയോളജി ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി, ജിയോളജിയിലും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം എന്താ? എല്ലാ കാര്യങ്ങളും നമ്മൾ ജിയോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. എക്സ്പ്ലോറേഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസിൻ്റെ എക്സ്പ്ലോറേഷനെ നമ്മൾ സഹായിക്കുന്നുണ്ട്. യുറാനിയം പോലുള്ള മിനറൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മെറ്റാലിക് മിനറൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നോൺ മെറ്റാലിക് മിനറൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാമ്പത്തിക മൂല്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ മിനറൽസ് കണ്ടുപിടിക്കാനും അവ എങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ചുള്ള വിവരം ജിയോളജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക. ലൊക്കേറ്റിംഗ് മിനറൽ ഡെപ്പോസിറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. നമുക്ക് എൻജിനീയറിംഗ് ആസ്പെക്ട്സിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് ജിയോളജി. ഡെവലപ്പ് ന്യൂ ടെക്നോളജീസ്, പുതിയ ടെക്നോളജികൾ. ടു എക്സ്ട്രാക്ട് റിസോഴ്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നോളജികൾ മോർ എഫിഷ്യൻ്റായിട്ട്, പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്തിട്ട്, പിന്നെ വേസ്റ്റ് കുറഞ്ഞ മെത്തേഡുകൾ, ഇതൊക്കെ ഈ ജിയോളജിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ടു ലൊക്കേറ്റ് ആൻഡ് എഫക്റ്റീവ് മാനേജ് അവർ ഫ്രഷ് വാട്ടർ, നമ്മുടെ ഫ്രഷ് വാട്ടർ എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യും. നമുക്കറിയാം വരും കാലങ്ങളിൽ വെള്ളമില്ലാത്ത ഒരു കാലമാണ് വരുന്നത്. അപ്പോൾ ശുദ്ധജലം എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ മാനേജ് ചെയ്യാം, അത് എങ്ങനെയൊക്കെ കണ്ടെത്താം, അതെങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം, ഇതൊക്കെ ജിയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നാച്ചുറൽ ഹസാർഡ്സിനെ കുറിച്ചിട്ട്, നാച്ചുറൽ ഹസാർഡ്സുകൾ അറിയാം നമുക്ക്. എർത്ത് ക്വേക്സ്, വോൾക്കാനോസ്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ് തുടങ്ങിയിട്ട് ഒരുപാട്, കോസ്റ്റൽ ഇറോഷൻ, ഇതൊക്കെ നാച്ചുറൽ ഹസാർഡ്സ് ആണ്. ഈ നാച്ചുറൽ ഹസാർഡ്സിൻ്റെ അത് എന്താണെന്ന് ഉണ്ടാവാനുള്ള കാരണം, അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുക, അതെങ്ങനെ കുറച്ച് കൊണ്ടുവരിക, അതിൻ്റെ അപകടം കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ജിയോളജിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൺസേൺ വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി, അഗ്രികൾച്ചറിലും ഫോറസ്ട്രിയിലും ജിയോളജി വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. വാട്ടർ സപ്ലൈ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ഇതിലൊക്കെ ജിയോളജിയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. സിവിൽ എഞ്ചിനീയറിങ്ങിനുണ്ട്, വേസ്റ്റ് ഡിസ്പോസലിലുണ്ട്, കണ്ടാമിനേറ്റഡ് സൈറ്റ് റെമഡിയേഷൻ, ഇതിലൊക്കെ ജിയോളജിയുടെ പ്രാധാന്യമുണ്ട്. കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എങ്ങനെ കൺസർവേഷൻ നടത്തും, എങ്ങനെ നമ്മൾ സംരക്ഷിക്കും, അതിനെക്കുറിച്ചുള്ള വിവരം ജിയോളജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്റ്റഡി ഓഫ് സോയിൽസിനെ കുറിച്ചിട്ടുണ്ട്, മിനറൽസിനെ കുറിച്ചിട്ടുണ്ട്, റോക്കിനെ കുറിച്ചിട്ടുണ്ട്, വാട്ടറിനെ കുറിച്ചിട്ടുണ്ട്, എയറിനെ കുറിച്ചിട്ടുണ്ട്, അങ്ങനെ പരിസ്ഥിതിയെ കുറിച്ചിട്ടുണ്ട്, സുസ്ഥിര വികസനത്തെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ സുസ്ഥിര വികസനത്തെ കുറിച്ചിട്ടും തുടങ്ങി ഭൂമിയുമായി ബന്ധപ്പെട്ട, ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനം ജിയോളജി നമുക്ക് തരുന്നുണ്ട്. അതാണ് ജിയോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ജിയോളജി ആൻഡ് ഹ്യൂമൻ സൊസൈറ്റിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മേജർ ജിയോളജിക്കൽ ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജിയോളജിക്കൽ ഓർഗനൈസേഷൻസ്, അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതുണ്ട്, കേരളത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ഓർഗനൈസേഷനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഒന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, GSI. ഈ GSI 1851 സ്റ്റാർട്ട് ചെയ്തത്. കണ്ടക്റ്റിംഗ് ജിയോളജിക്കൽ സർവേസ് ആൻഡ് സ്റ്റഡീസ്, ജിയോളജിക്കൽ സർവേ നടത്താനും അതിൻ്റെ സ്റ്റഡീസിനൊക്കെയാണ് ഉപയോഗിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, നമുക്ക് ജിയോളജി പഠിച്ചാൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള കുറേ സ്ഥാപനങ്ങളുടെ പേരുകളാണ്. ജോലി കിട്ടാനും നമുക്ക് നമ്മുടെ ജിയോളജിയെ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന കുറേ സ്ഥാപനങ്ങളുടെ പേരുകളാണ് പുസ്തകത്തിൽ പറയുന്ന സ്ഥാപനങ്ങളുടെ പേരുകളാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതൊന്ന് GSI, മറ്റൊന്ന് ONGC, മറ്റൊന്ന് CGWB, മറ്റൊന്ന് MECL, മറ്റൊന്ന് IBM,
AMD, NRSC, WIHG, CIL, NLC, ISRO, CESS, CWRDM, Kerala State Mining and Geology Department, Kerala State Groundwater Department, Kerala State Land Use Board. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിന്നൊക്കെ എക്സാമിന് വൺ വേർഡായിട്ടും അല്ലാതെയുമായിട്ടും ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് ഈ ഭാഗം നല്ല ശ്രദ്ധിക്കുക. ഇത് പറയാൻ മാത്രമേ ഉള്ളൂ. ഇത് ജനറലാണ്. ജനറൽ പരീക്ഷയ്ക്കും നമ്മുടെ മറ്റു പരീക്ഷകൾക്കൊക്കെ ഇതല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാമിനുകൾക്കൊക്കെ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. മറ്റൊന്ന് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ദാറ്റ് ഈസ് ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC. ഇത് കണ്ടക്ട്സ് exploration and production activities in India of crude oil and natural gas. Oil and Natural Gas Corporation, ONGC, conducts exploration and production activities in India of crude oil and natural gas. Crude oil-നും natural gas-നെ കുറിച്ചിട്ടുള്ള പഠനം, അതിൻ്റെ എക്സ്പ്ലോറേഷൻ, അതൊക്കെ ONGC എന്ന് പറയുന്ന സ്ഥാപനമാണ് നടത്തുന്നത്. ONGCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡെറാഡൂണാണ്, ഉത്തരാഖണ്ഡ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്, CGWB, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ്. ഇത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ എക്സ്പ്ലോറേഷൻ, അതിൻ്റെ മോണിറ്ററിങ്, അസസ്മെൻറ്റ്, അഗ്യുമെൻറ്റേഷൻ, റെഗുലേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അതിൽ വരുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അത് ഗ്രൗണ്ട് വാട്ടർ നമുക്കറിയാം, വരും കാലങ്ങളിൽ ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും നമുക്ക് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. ആ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, എക്സ്പ്ലോറേഷൻ നടത്തുക, അത് മോണിറ്റർ ചെയ്യുക, അതിനെ അസസ് ചെയ്യുക എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. അതിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഫരീദാബാദാണ്, ഹരിയാനയിൽ. മറ്റൊന്ന് മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, MECL. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് മൈൻസിൽ വരുന്നതാണ്. അതിൻ്റെ കീഴിലാണ്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് മൈൻസ്, അതിൻ്റെ കീഴിൽ വരുന്നതാണ്. പുതിയ റീസെൻ്റ് ആയിട്ടുള്ള ഡിസ്കവറീസ്, കോൾ, ലിഗ്നൈറ്റ്, ബേസ് മെറ്റൽസ്, ഗോൾഡ്, ബോക്സൈറ്റ് ആൻഡ് ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റ്സ്. ഇതൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ പഠനങ്ങളൊക്കെ ഇതിൽ വരുന്നത്. കോള്, ലിഗ്നൈറ്റ്, ബേസ് മെറ്റൽസ്, ഗോൾഡ്, ബോക്സൈറ്റ് ആൻഡ് ലൈംസ്റ്റോൺ ഡെപ്പോസിറ്റുകൾ തുടങ്ങിയ ഡെപ്പോസിറ്റുകളെ കുറിച്ചിട്ടുള്ള പഠനം, അതിൻ്റെ ഖനികളെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ, അതിൻ്റെ പഠനം ഒക്കെ ഈ മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വരുന്നതാണ്. ഇതിൻ്റെ കമ്പനി ഓഫീസ് നാഗ്പൂരാണ്, മഹാരാഷ്ട്രയിലാണ്. മറ്റൊന്ന് ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ്, IBM, അതും അത് മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ കീഴിലാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നാഗ്പൂരാണ്, മഹാരാഷ്ട്രയാണ്. ഇതും അതെ മൈനുകളെ കുറിച്ചിട്ടുള്ള ഒക്കെ മൈനുകളുടെ രൂപീകരണം, അതെങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ്, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥാപനമാണ് ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ്. പിന്നെ അതർ ദാൻ പെട്രോളിയം, അറ്റോമിക് മിനറൽസ് ആൻഡ് മൈനർ മിനറൽസ്. പെട്രോളിയവും അറ്റോമിക് മിനറൽസും മൈനർ മിനറൽസും അല്ലാത്ത ബാക്കിയുള്ള മിനറൽസൊക്കെ, ബാക്കിയുള്ള മിനറൽസിൻ്റെയൊക്കെ പിന്നെ അതിൻ്റെയൊക്കെ പഠനങ്ങൾ വരുന്നത്, അതിൻ്റെയൊക്കെ എന്താ പറയുക, സംരക്ഷിക്കൽ വരുന്നത് ഈ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസിലാണ്. അതർ ദാൻ പെട്രോളിയം, അറ്റോമിക് മിനറൽസ് ആൻഡ് മൈനർ മിനറൽസ്. ഈ പ്രധാനപ്പെട്ട ഈ ബേസ് മെറ്റൽസ്, കോള്, ലിഗ്നൈറ്റ് തുടങ്ങിയതൊക്കെ വരുന്നത് MECL ആണ്. അപ്പോൾ MECL-ഉം IBM-ഉം മിനിസ്റ്റർ ഓഫ് മൈൻസിൽ വരുന്നതാണ്. അത് രണ്ടും അതെ. അതിൽ കോള്, ലിഗ്നൈറ്റ്, ബേസ് മെറ്റൽ തുടങ്ങിയതൊക്കെ വരുന്നത് MECL, അല്ലാത്തതൊക്കെ വരുന്നത് ഈ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് NRSC, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ്. അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആണ്, അതിൽ വരുന്നത്.
റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ജിയോളജിയുടെ. അതൊക്കെ ഇതിൽ വരുന്നതാണ്. റിമോട്ട് സെൻസിങ്ങിന് നമുക്കറിയാം ഒരുപാട് ഉപഗ്രഹങ്ങളൊക്കെ റിമോട്ട് സെൻസിങ്ങിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഫോട്ടോസ് വരുന്നുണ്ട്. ഒരു പുതിയ പഠന ശാഖ തന്നെ ഈ റിമോട്ട് സെൻസിങ്ങിൽ വരുന്നതാണ്. അതിനെക്കുറിച്ചിട്ടുള്ള സ്ഥാപനമാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് AMD ഫോർ എക്സ്പ്ലറേഷൻ ആൻഡ് റിസർച്ച്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ്. ഇതിൻ്റെ 2 സെക്ഷണൽ ഓഫീസ് ഉണ്ട്, തിരുവനന്തപുരത്തും ഉണ്ട്, വിശാഖപട്ടണത്തും ഉണ്ട്. ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബീച്ച് സാൻഡ് ആൻഡ് ഓഫ് ഷോർ ഡെപ്പോസിറ്റ്. ബീച്ച് സാൻഡിനെ കുറിച്ചിട്ട് ഓഫ് ഷോർ ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ടുള്ളൊക്കെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ബീച്ച് സാൻഡിലാണ് വിലപിടിപ്പുള്ള അറ്റോമിക് മിനറൽസ് ഒക്കെ ഉള്ളത് കേട്ടോ. ഇൽമനേറ്റ്, റൂട്ടൈൽ, മോണോസൈറ്റ്, യുറാനിയം തുടങ്ങിയതൊക്കെ ഇതിൽ വരുന്നതാണ്. ഈ ബീച്ച് സാൻഡിൽ വരുന്നതാണ്, ഓഫ് ഷോർ ഡെപ്പോസിറ്റിൽ വരുന്നതാണ്. അടുത്ത് വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി, WIHG. ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി. ഇത് 1968 എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇത് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടായിരുന്നു ഇതിൻ്റെ തുടക്കം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ അത് ഷിഫ്റ്റഡ് ടു ഡെറാഡൂണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഏപ്രിൽ 1976 പ്രൊഫസർ DN വാഡിയയുടെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാം. ജിയോളജി ഓഫ് ദി ഹിമാലയസ്. അദ്ദേഹം ഹിമാലയൻ ജിയോളജി പഠിച്ച ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് DN വാഡിയ. ഹിമാലയൻ ജിയോളജിയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. അദ്ദേഹത്തിൻ്റെ പേരിനെ അന്വർത്ഥമാക്കിയിട്ടാണ് ഈ സ്ഥാപനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. WIHG, വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജിയാണ്. കോൾ ഇന്ത്യ ലിമിറ്റഡ്. മറ്റൊന്ന് കോൾ ഇന്ത്യ ലിമിറ്റഡ്, CIL. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൽക്കട്ടയാണ്. വേൾഡ്സ് ലാർജസ്റ്റ് കോൾ മൈനിങ് അണ്ടർടേക്കിംഗ് ആണ് ഇത്. മറ്റൊന്ന് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, NLC, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. തമിഴ്നാട്ടിലാണ് സ്ഥാപനം, നെയ്വേലിയിലാണ്. ലിഗ്നൈറ്റ് മൈനിങ്ങിനെ കുറിച്ചുള്ള സ്ഥാപനമാണത്. ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് NLC. കോൾ ഇന്ത്യ ലിമിറ്റഡും അതെ, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നതാണ്. CIL. മറ്റൊന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അത് 1969 അത് സ്റ്റാർട്ട് ചെയ്തത്. ബാംഗ്ലൂരാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. മേജർ സ്പേസ് റിസർച്ച് സെൻറ്റർ, ഒരു മേജർ സ്പേസ് റിസർച്ച് സെൻ്ററാണ് ഇതിൻ്റെ കീഴിലുള്ളൊരു സ്പേസ് റിസർച്ച് സെൻ്ററാണ് VSSC, വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ. ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരമാണ്. റോക്കറ്റും സ്പേസ് വെഹിക്കിളിനും ഒക്കെയുള്ള അങ്ങനത്തെ അതിനെക്കുറിച്ചിട്ടുള്ള പഠനമൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. അതിൻ്റെയൊക്കെ രൂപകൽപ്പനയൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. മറ്റൊന്ന് കേരള സ്റ്റേറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനെ കുറിച്ചിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥാപനമാണ്. അത് കേരളത്തിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള, ജിയോളജി പഠിച്ച ജോലി കിട്ടാൻ സാധ്യതയുള്ള സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. റീജിയണൽ ഓഫീസ് എല്ലാ ജില്ലയിലുണ്ട്. കേരള സ്റ്റേറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ജില്ലയിലുണ്ട്. അവിടെ ജിയോളജിസ്റ്റുമാരുണ്ടാവും. സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു സ്ഥാപനമാണ്. അത് ഭൂമിശാസ്ത്രം ഭൗമ പഠനത്തിന് സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ്. സിൻസ് 1978 മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ആക്കുളത്താണ്, തിരുവനന്തപുരത്ത്. അടുത്തത് സെൻറ്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്, CWRDM. വാട്ടർ റിസോഴ്സിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഒരു സ്ഥാപനമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടാണ്. കേരളത്തിലെ ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോട്, കേരള സ്റ്റേറ്റ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് മൈനിങ്ങിന് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. എല്ലാ ജില്ലയിലും അതിന് റീജിയണൽ ഓഫീസുണ്ട്. എല്ലാ ജില്ലയിലും ജിയോളജിസ്റ്റുമാരുണ്ട്. ജിയോളജിക്ക്
ജോലി കിട്ടാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് മൈനിങ് ആൻഡ് ജിയോളജി, മറ്റൊന്ന് CWRDM, മറ്റൊന്ന് സെസ്. പിന്നെ കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ്. കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് 1975 ഉണ്ടായിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലാണിത്. ഫ്രെയിമിംഗ് പോളിസീസ് ഫോർ ഒപ്റ്റിമൽ ലാൻഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള പോളിസികളൊക്കെ ഇതിലാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഇൻ ദ സ്റ്റേറ്റ്, നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുക അതിനൊക്കെ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശരിക്കും ഈ സ്ഥാപനം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ പരമാവധി കുറയ്ക്കാൻ സാധിക്കും. ഇവരുടെയൊക്കെ ശക്തമായ ഇടപെടലുകളുണ്ടെങ്കിൽ അങ്ങനെ ഇടപെടാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്, റീജിയണൽ ഓഫീസ് തൃശ്ശൂരാണ്. താങ്ക് യു.